തിരുമുടിമാല കാണാൻ എന്തൊരു ഭംഗിയാ. കൂരിരുട്ടിന്റെ നിറമുള്ള തലമുടിയിൽ ചാർത്തിയിട്ടുള്ള പീലി കാണാൻ എന്തൊരു ഭംഗിയാ. പൊന്നോടക്കുഴലും പൊന്നരഞ്ഞാണവും വനമാലയും കടകവും കേയൂരൊക്കെ ഒന്നിനൊന്ന് കേമാണ്. അവർ തമ്മിലൊരു മത്സരം നടത്തിയാൽ ആരാ ജയിക്കുക എന്നറിയില്ല. പക്ഷെ അതെല്ലാം ഊരി വേറെ സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അതിന്റെ ഭംഗി ആലോചിച്ചാൽ അതിന് അത്ര ഗംഭീര ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം എന്നല്ലേ? കണ്ണന്റെ കാർകുന്തലിരിക്കണോണ്ടാണ് ആ പീലിക്ക് അത്രയും ഭംഗി. കണ്ണന്റെ പവിഴാധരത്തോട് ചേരണോണ്ടാണ് ആ പൊന്നോടക്കുഴലിന് അത്രയും ഭംഗി. കണ്ണന്റെ മാറിൽ കിടന്ന് ആടണോണ്ടാണ് ആ വനമാലയ്ക്ക് അത്ര ഭംഗി. കണ്ണനെ ഉടിപ്പിക്കണോണ്ടാണ് ആ പീതാംബരം ഇത്രയും സുന്ദരാവണത്. കണ്ണനോട് ചേർന്നുകൊണ്ടാണ് അതിനൊക്കെ ഭംഗി ഉണ്ടാവണത്. നിരക്ഷരകുക്ഷികളായ വിദ്യാഭ്യാസമില്ലാത്ത വൃന്ദാവനത്തിലെ ഗോപികമാര് നാരദന്റെ ഭക്തിസൂത്രത്തില് പ്രഥമസ്ഥാനം അലങ്കരിച്ചുവെങ്കിൽ യഥാവൃജഗോപികാനാം, ഗോപികമാരുടെ ഭക്തി എന്ന് അദ്ദേഹം എഴുതി ചേർത്തുവെങ്കിൽ അതിന് കാരണം അവർ മുഴുവൻ ഉറക്കത്തിലും ഊണിലും സ്വപ്നത്തിലും ജാഗ്രതത്തിലൊക്കെ അവളുടെ കണ്ണനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. അവർ കണ്ണനായി മാറിയോണ്ടാണ്. നമ്മളൊരു പൊട്ട കുളത്തിൽ മുങ്ങി വല്ല ഗുണമുണ്ടോ? പക്ഷെ ഭഗവാന്റെ കൂടെ മുങ്ങണെങ്കിൽ അത് ആറാട്ടായി. ഭഗവാന്റെ കൂടെ ആവുമ്പോ അതിന് പേര് മാറി അല്ലേ? പാട്ട് പാടാറുണ്ടാവും, പക്ഷെ പാട്ടിലൊക്കെ കണ്ണന്റെ പേരുണ്ടെങ്കിലോ അത് കീർത്തനാണ്. എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യാറുണ്ടാവും നമ്മള്. പക്ഷെ യാത്ര നാമം ചൊല്ലിക്കൊണ്ടാണെങ്കിൽ, ഭജന പാടിക്കൊണ്ടാണെങ്കിൽ, കണ്ണന്റെ അടുത്തേക്കാണെങ്കിൽ അതിനെ തീർത്ഥയാത്ര എന്നാ പറയുക. അപ്പൊ കണ്ണനോട് ചേരുമ്പോഴാണ് ഇതിനൊക്കെ മഹത്വം ഉണ്ടാവുക. കാരണം മഹത്തരമാണ് കണ്ണൻ. കണ്ണനോട് ചേരാനാവണം. നമുക്കും അതുപോലെ കണ്ണന്റെ കീർത്തനങ്ങൾ പാടാനും കണ്ണന്റെ കഥ പറയാനും കണ്ണന്റെ ഭക്തന്മാരെ സേവിക്കാനും കണ്ണൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും ആവണം. അപ്പൊ എന്തായി? നമ്മള് കണ്ണനെ പോലെയോ കണ്ണന്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മാലയ്ക്ക് മഹത്വം കൂടിയ പോലെ നമുക്കൊന്നും സ്വതേ മഹത്വം ഇല്ലെങ്കിലും കണ്ണന്റെ കൂടെ ആകുമ്പോൾ അതിന് വലിയ മഹത്വം ഉണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞോളണം ഇത് കണ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന്. ഒരു ദേവീക്ഷേത്രത്തിലേക്ക് അമ്മയെ ആടാൻ വേണ്ടിയിട്ട് കുങ്കുമം കഴുതപ്പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഗ്രാമത്തിലൂടെ ആ കഴുത ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ദീപാരാധന ഒഴിയും, ചിലർ നമസ്കരിക്കും. അമ്മയ്ക്ക് ആടാൻ കൊണ്ടുപോകണ കുങ്കുമാണല്ലോ. ഒരു ദിവസം ഈ കഴുത വെറുതെ ഈ കുങ്കുമാടലൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ആൾക്കാരൊക്കെ തന്നെ ആരാധിക്കണ്ടല്ലോ, അവരൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞെളിഞ്ഞു വളഞ്ഞ് ആ നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുപോയി. ഒരാളും അതിനെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ അത് ആലോചിച്ച് കുറച്ചു മുമ്പ് ഞാൻ പോയപ്പോൾ എന്നെ എല്ലാവരും ബഹുമാനിച്ചുല്ലോ. എന്താന്നല്ലേ? ആ കഴുതയുടെ പുറത്ത് കുങ്കുമം ഉണ്ടായിരുന്നു ഭഗവതിക്ക് ആടാനുള്ള. അതുപോലെയാണ് നമ്മളെ ആളുകൾ ബഹുമാനിക്കും, നമ്മളെ നമസ്കരിക്കും. ഇതൊന്നും നമ്മുടെ മഹത്വം കൊണ്ടല്ല, ഗുരുവായൂരപ്പന്റെ മഹത്വമാണ്. ഗുരുവായൂരപ്പന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്, ഗുരുവായൂരപ്പന്റെ പാട്ട് പാടുന്നതുകൊണ്ടാണ്, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഗുരുവായൂരപ്പനെ സ്നേഹിച്ച് കണ്ണാ 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 എന്ന് വിളിച്ച് കണ്ണനിൽ സർവാത്മന ലയിക്കുമ്പോ നമ്മൾ കണ്ണനായിട്ട് മാറും. അപ്പൊ ആളുകൾ നമ്മളെ ബഹുമാനിക്കും. ഒരംശം പോലും കണ്ണനെ വിട്ട് കളയരുത്, കണ്ണനെ സ്നേഹിക്കാതിരിക്കരുത്, കണ്ണനെ സ്വപ്നം കാണാതിരിക്കരുത്, കണ്ണനൊന്നും കൊടുക്കാതിരിക്കരുത്. എപ്പോഴും കണ്ണന് കൊടുത്തുകൊണ്ടിരിക്കണം, ഓരോന്ന്. അത് സ്നേഹമാവാം, പാട്ടാവാം, നൃത്താവാം, കണ്ണന്റെ കഥകളാവാം. ഒരരയാലിലാണെങ്കിലും എന്റെ കണ്ണാന്ന് വിളിച്ചാൽ കണ്ണൻ ഓടിയെത്തും. നമുക്കെല്ലാവർക്കും കണ്ണന്റെ ആവാം. അപ്പൊ നമ്മൾക്കെല്ലാം മഹത്വം ഉണ്ടാവും.